അപ്പോൾ അവിടെ ടോണി ചെമ്മണിക്ക് വൈപ്പിൻകരയിൽ സീറ്റ് കൊടുത്താൽ തൃപ്പൂണിത്തുറയിൽ എനിക്ക് ആ സീറ്റ് നൽകാൻ പിന്തുണക്കാം എന്ന ആണ് ആദ്യം പറഞ്ഞിരുന്നത്. പക്ഷേ ടോണി ചെമ്മണിക്ക് സീറ്റ് കൊടുത്തു കഴിഞ്ഞപ്പോൾ തൃപ്പൂണിത്തുറയിൽ തനി ഗ്രൂപ്പ് രാഷ്ട്രീയം വന്നു. അതുകൊണ്ട് ഒരു ചീറ്റിംഗ് ആണ് അവിടെ ഉണ്ടായത്. അത്രേ ഉണ്ടായിട്ടുള്ളൂ. അല്ല, അതിനകത്ത് ചില കാര്യങ്ങൾ ഇതായിരുന്നു. പിന്നെ ഞാൻ എൻ്റെ പോരാട്ടം എന്ന് പറയുന്നത് ആദിവാസി ദളിത് വിഭാഗങ്ങൾക്ക് അർഹമായ ആനുകൂല്യങ്ങൾ ചില ആളുകൾ തട്ടിയെടുക്കുന്നു. എന്നിട്ട് അവർ വലിയ വിപ്ലവകാരികളും വലിയ ആക്ടിവിസ്റ്റുകളായി നടക്കുന്നു. ആക്ടിവിസ്റ്റ് എന്ന് പറയുന്നത് ദളിത് ആദിവാസി വിഭാഗങ്ങളുടെ നന്മയ്ക്ക് വേണ്ടിയുള്ള ആക്ടിവിസമാണ്, അല്ലാതെ എനിക്ക് വേണ്ടിയുള്ള ആക്ടിവിസം അല്ല വേണ്ടത്. അതാണ് അതിനകത്ത് എൻ്റെ നിലപാട്. അത് നിലപാടിലാണ് ഞാൻ ഉറച്ചു നിൽക്കുന്നത്. ഇവിടെ ആളുകൾ, ഞാൻ പറയുന്നത്, പല ആളുകളും ഇന്ത്യൻ സ്വാതന്ത്ര്യം മുമ്പ് ക്രിസ്ത്യാനിറ്റിയിൽ നിന്നും ഹിന്ദുവായിരുന്ന ആളുകളെ സുപ്രീം കോടതി അംഗീകരിച്ചിട്ടുണ്ട്. അല്ലാതെ വന്ന ആളുകളുടെ എല്ലാ അവകാശങ്ങളും, അവർക്ക് ആദിവാസികൾക്കും ദളിതർക്കും ഉള്ള അവകാശങ്ങൾ അവർ തട്ടിയെടുത്തിട്ടുണ്ട് എങ്കിൽ അത് ഒരു ദളിത് ആക്ടിവിസം അല്ല എന്നാണ് എനിക്ക്. ഞാൻ കോമൺ ആയിട്ട് പറയുന്നതാണ്, എനിക്ക് തോന്നുന്ന ഫീലിങ്ങിനെ കുറിച്ച് പറയുന്നതാണ്. പിന്നെ ഈ സ്ഥാനാർത്ഥി റിപ്പോർട്ട് വന്നപ്പെട്ട് താങ്കളും ഒരു സ്ഥാനാർത്ഥി അവൻ ആഗ്രഹിച്ചിരുന്നു, തൃപ്പൂണിത്തുറ ആഗ്രഹിക്കുമെന്ന് പറയാം. അപ്പോൾ എന്താണ് അതിൻ്റെ ഒരു ഈ തവണ ഒരു സീറ്റ് ലഭിക്കുന്ന സാധ്യത ഉണ്ടായില്ല? അതല്ല, ഞാൻ സ്ഥാനാർത്ഥിയാകാനായിട്ട് വലിയൊരു ആഗ്രഹമൊന്നും പഠിപ്പിച്ച ആളല്ല. പക്ഷേ തൃപ്പൂണിത്തുറത്തിൽ ശ്രീ കെ ബാബു മാറുന്നുണ്ട്, അവിടെ വേണമെങ്കിൽ മത്സരിക്കാം എന്നൊരു ലൈനുണ്ടായി. അപ്പോൾ അത് ഇവിടെ ഗ്രൂപ്പ് രാഷ്ട്രീയമാണല്ലോ. അപ്പോൾ അവിടെ ടോണി ചെമ്മണിക്ക് വൈപ്പിൻകരയിൽ സീറ്റ് കൊടുത്താൽ തൃപ്പൂണിത്തുറയിൽ എനിക്ക് ആ സീറ്റ് നൽകാൻ പിന്തുണക്കാം എന്ന ആണ് ആദ്യം പറഞ്ഞിരുന്നത്. പക്ഷേ ടോണി ചെമ്മണിക്ക് സീറ്റ് കൊടുത്തു കഴിഞ്ഞപ്പോൾ തൃപ്പൂണിത്തുറയിൽ തനി ഗ്രൂപ്പ് രാഷ്ട്രീയം വന്നു. അതുകൊണ്ട് ഒരു ചീറ്റിംഗ് ആണ് അവിടെ ഉണ്ടായത്. അത്രേ ഉണ്ടായിട്ടുള്ളൂ. അപ്പോൾ ഒരു ഗ്രൂപ്പ് രാഷ്ട്രീയത്തിൻ്റെ പേര് താങ്കൾക്ക് സീറ്റ് നിശ്ചയിക്കപ്പെട്ടു? തീർച്ചയായിട്ടും. അതിന് പിന്നീട് ആരാണ് നേതാക്കന്മാർ? അതൊക്കെ അന്വേഷിച്ച് അറിയാൻ പറ്റുമല്ലോ. സതീശനും കൂട്ടരൊക്കെയാണോ? അല്ല, സതീശൊന്നുമില്ല. ഒരു ഗോഡ് ഫാദർ ഇല്ലാത്തതുകൊണ്ടാണോ? അല്ലെങ്കിൽ ഗോഡ് ഫാദറൊക്കെ ഉണ്ട്. എനിക്ക് കേരളത്തിൽ ഏറ്റവും ശക്തമായ ഗോഡ് ഫാദർ ഉണ്ട്. ഞാൻ തന്നെ ഒരു ഗോഡ് ഫാദറാണ്. അപ്പോൾ ഇനിയിപ്പോൾ സീറ്റ് പിന്നെ എനിക്ക് SNDPയുടെയും അതുപോലെ തന്നെ ശിവഗിരി മഠത്തിൻ്റെയും ഒന്നും ഔദാര്യത്തിലോ അവരുടെ ഒരു ചീട്ടിലൊന്നും എനിക്കൊരു സ്ഥാനം വേണ്ട.